രാവിലെ എണീറ്റ ഉടൻ ചായ അല്ലെങ്കിൽ കാപ്പി നിർബന്ധമാണ്. അത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോയില്ല. ഇങ്ങനെ ഒരു ചിന്തയുള്ള കൂട്ടരാണോ നിങ്ങൾ? ആസിഡിറ്റി, നെഞ്ചിരിച്ചിൽ, ഗ്യാസ് ട്രബിൾ, ബ്ലോട്ടിങ്, സ്ലീപ്പ് ഡിസോർഡേഴ്സ്, നമ്മുടെ ബ്ലഡ് ഷുഗർ ഫ്ലക്ച്വേഷൻസ്, അങ്ങനെ നിരവധി പ്രോബ്ലംസിനുള്ള ഒരു കാരണമാണ് നമ്മൾ ഈ രാവിലെ കുടിക്കുന്നത്. ആയുർവേദ പ്രകാരം നമ്മൾ ഇതുപോലെ രാവിലെ വെറും വയറ്റിൽ ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനം കുറച്ച് കുറയുവാനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു തുടങ്ങിയാൽ നമ്മളുടെ ഡൈജഷനെ അത് ബൂസ്റ്റപ്പ് ചെയ്യും, നമ്മുടെ ശരീരത്തിലുള്ള ദോഷങ്ങളായിട്ടുള്ള ടോക്സിൻസിനെ അത് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ നമ്മളുടെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കും. ഇനി ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മേജർ ഇഷ്യൂ ആയ ഗ്യാസ് അല്ലെങ്കിൽ ബ്ലോട്ടിങ് അത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, ബോഡി മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യും, അതുപോലെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാനും സഹായിക്കും. ഇനി നമ്മൾ ഇഞ്ചി അല്ലെങ്കിൽ ചുക്കിട്ട് തിളപ്പിച്ച വെള്ളമാണ് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ നോസിയ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഓക്കാനം തോന്നുക, അങ്ങനെയുള്ള സിംറ്റംസ്, അതുപോലെ അസിഡിറ്റി എന്നിവ കുറയ്ക്കും. പിന്നീട് നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാനും ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുവരെ ചായയും കാപ്പിയൊക്കെ കുടിച്ചിങ്ങനെ കണ്ടിന്യൂസ് ശീലമായി അത് കുടിച്ചില്ലെങ്കിൽ തലവേദന എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിലുള്ള ഈ ചെറിയ മാറ്റം വരുത്തി ഒരു 15 ദിവസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒന്നുകിൽ ചൂടുവെള്ളം, അല്ലെങ്കിൽ ജീരകവെള്ളം, അല്ലെങ്കിൽ ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം, ഇതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ചസ് മനസ്സിലാക്കും. ഫോളോ ഹെൽത്തി ട്രക്കിംഗ് ഫോർ മോർ വീഡിയോസ്. താങ്ക്